പറഞ്ഞ് ഉപേക്ഷിച്ച കുട്ടികൾ, ഇവരെയൊക്കെ ഏറ്റെടുത്ത് അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു സാധാരണ പൗരനെ പോലെ വളരാനുള്ള സൗകര്യങ്ങളൊരുക്കി അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പറഞ്ഞു വിടുന്ന സംരംഭങ്ങളാണ് ശരിക്കും ഈ പറഞ്ഞ സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന ഒരു സംരംഭം. അത് തുടങ്ങി. അത് സോമൻ്റെ കഠിനാധ്വാനം, ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഇത് വിജയമായി. അപ്പോഴത്തേക്കും കുറേശ്ശെ പൈസ ഉണ്ടായി തുടങ്ങി. സോമൻ അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ സോമൻ പോകുമ്പോൾ ആളുകൾ ആശങ്കപ്പെട്ടു. കാരണം കടം കൊടുത്തവരുണ്ട്, ലക്ഷക്കണക്കിന് ബാധ്യതയിലാണ് സോമൻ നാട് നിന്ന് അമേരിക്കയിലേക്ക് പോയത്. അത് ഈ കടം കൊടുത്തവർക്കെല്ലാം ഷോക്കായി. അപ്പോൾ എല്ലാ ദിവസവും ഈ ഭാര്യ എലിസബത്ത് ഈ കടയിൽ വന്നിരിക്കും. കടയിൽ വന്നിരുന്നിട്ട് ഈ കടക്കാരോട് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തന്നു തീർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്നറിയാമല്ലോ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ കടയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം തന്നു തീർക്കാതെ ഈ കട പൂട്ടില്ല, ഞങ്ങൾ ഈ നാട് വിട്ടു പോവില്ല. ഇവർ പ്രതീക്ഷിക്കുന്ന സോമൻ പോയ പുറകെ എലിസബത്തും പോകും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ